ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഒന്ന്, ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയിട്ട എല്ലാവരും, അല്ലെങ്കിൽ പൊങ്കാലയിടാതെ വീട്ടിലിരുന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച എല്ലാവരും ഒരു കാര്യം കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പൊങ്കാല പൂർത്തിയാവുകയുള്ളൂ. ആ കാര്യം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം. അതുകൂടാതെ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന വളരെ ദുഃഖകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ക്ഷമയോടുകൂടി അവസാനം വരെ ഇരുന്ന് ഒന്ന് കേൾക്കണം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യമായിട്ട്, ഇന്ന് പൊങ്കാല ഇട്ടവരും, തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാല ഇട്ടവരും, അതല്ല വീട്ടിലിരുന്ന് പൊങ്കാല ഇട്ടവരും, അതല്ല നമ്മൾ പ്രാർത്ഥിച്ചവരും, എല്ലാവരും തന്നെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മളിന്ന് വളരെ കഷ്ടപ്പെട്ട് ചൂടും വെയിലും പുകയും ഒക്കെ കൊണ്ട് നമ്മൾ പൊങ്കാലയിട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വ്രതമൊക്കെ എടുത്തു. അങ്ങനെ വ്രതമെടുത്ത് നമ്മളിന്ന് പൊങ്കാലയിട്ട് സന്തോഷത്തോടു കൂടി ഭഗവതിക്ക് സമർപ്പിച്ചു. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. അതാണ് ഇനി പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് അതിഥികളെ വിളിച്ചു വരുത്തിയെന്ന് കരുതുക. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നു. നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ അവരെ സ്വീകരിച്ചു, സൽക്കരിച്ചു. നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു. എങ്കിലും അവർ പോകുമ്പോൾ നമ്മൾ എന്താ അവരോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷമായോ? ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ? എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായോ എന്ന ഒരു ചോദ്യം സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്. ചോദിച്ചില്ലെങ്കിലും അതനുസരിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഇവിടെ നമ്മൾ വ്രതമെടുത്തു, കഷ്ടപ്പെട്ട് വന്ന് വെയിലും പുകയും ഒക്കെ ഏറ്റ് നാമം ജപിച്ച് നമ്മൾ പൊങ്കാലയിട്ടു, ദേവിക്ക് സമർപ്പിച്ചു. സന്തോഷമായി നമുക്ക്, അല്ലേ? അതിനുശേഷം ഭഗവതിയോട് നമ്മൾ ഒരു കാര്യം ചോദിക്കണം. അതായത്, നമ്മൾ ഇട്ട പൊങ്കാല അവിടുത്തേക്ക് തൃപ്തിയായോ? നമ്മുടെ ഭാഗത്തു നിന്നും അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എന്നിട്ട് നമ്മുടെ പൊങ്കാല സ്വീകരിക്കണം. ഈ ഒരു കാര്യം നമ്മൾ പറയണം. അത് ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നാളെ രാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാലും മതി. അതല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്തായിരിക്കാം ഭഗവതി നിങ്ങളോട് ഈ കാര്യം പറയാൻ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സമയത്ത് പറയുക. ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന നാമം, അത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് പറഞ്ഞ ആ ഒരു നാമം ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ഒരു നാമം 3 തവണ ചൊല്ലേണ്ടത്. ഇത് പൊങ്കാല ഇടുന്ന ആ ഒരു ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നാമമല്ല. നമ്മൾ ഭഗവതിക്ക് വേണ്ടി എന്തു കാര്യങ്ങൾ ചെയ്താലും, എന്ത് പൂജകൾ ചെയ്താലും, ഭഗവതിക്ക് വേണ്ടി എന്ത് വ്രതങ്ങൾ എടുത്താലും, എന്തു ചെയ്താലും അത് ചെയ്തതിനു ശേഷം നമ്മൾ കുളിച്ച് ശുദ്ധമായി നമ്മൾ ഭഗവതിയോട് ഈ ഒരു നാമം ചൊല്ലി ക്ഷമയാചിക്കണം. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണം എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ആ നാമം ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപരാധ സഹസ്രാണി ക്രിയന്തേ അഹർനിശം മയാ ദാസോയമിതിമാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. അല്ലയോ പരമേശ്വരി, ഞാൻ രാപ്പകൽ ആയിരക്കണക്കിന് അപരാധങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അവിടുത്തെ ദാസനാണ് എന്നു കണ്ട് എന്നോട് ക്ഷമിക്കണമേ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മൾ അറിഞ്ഞും അറിയാതെയും ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ ഞാനൊരു ദാസനാണ് എന്ന് കരുതി, അമ്മയുടെ ദാസനാണ് എന്ന് കരുതി, അല്ലയോ പരമേശ്വരി അമ്മ ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. ഈ നാമം ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ മാത്രമല്ല ജപിക്കേണ്ടത്, എല്ലാവർക്കും ജപിക്കാം, ഏത് സമയവും ജപിക്കാം. ഭഗവതിക്ക്, അതായത് അംബികയ്ക്ക് വേണ്ടി നമ്മൾ, പരമേശ്വരിക്ക് വേണ്ടി, ഏത് അംബികയായിക്കോട്ടെ, ഏത് അംബികയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും
നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ ഒരു പറയിടുകയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വ്രതം എടുക്കുകയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാടുകൾ കഴിപ്പിക്കുകയായിക്കോട്ടെ, എന്തായാലും എന്ത് കർമ്മം നമ്മൾ ദേവിക്ക് വേണ്ടി ചെയ്താലും ചെയ്തതിനു ശേഷം ഈ ഒരു നാമം കൂടി 3 തവണ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ എന്തെങ്കിലും ഒരു തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ക്ഷമിക്കുകയും നമ്മുടെ ആ ഒരു കർമ്മം അത് സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. ഈ നാമം എഴുതിയെടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊള്ളുക. ഇനി അടുത്തതായി ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ ബേക്കറി ജംഗ്ഷൻ ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങളിൽ ഒരു പ്രദേശമാണ് ബേക്കറി ജംഗ്ഷൻ. ധാരാളം പൊങ്കാല അടുപ്പുകൾ നിരന്നിരിക്കുന്ന പ്രദേശമാണ് ബേക്കറി ജംഗ്ഷൻ. തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം നിവാസികൾ മാത്രമല്ല അവിടെ ഇരുന്ന് പൊങ്കാല ഇടുന്നത്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും ബേക്കറി ജംഗ്ഷനിലിരുന്ന് പൊങ്കാല ഇടാറുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായി പൊങ്കാല നടക്കുകയാണ്. അമ്മമാരെല്ലാവരും നിരന്നിരുന്ന് നാമം ജപിച്ചുകൊണ്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിവേഗത്തിൽ വരുന്ന ഒരു കാറ്, ആ കാറ് പൊങ്കാല അടുപ്പുകൾ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ കടന്നുപോയി. ശർക്കരയും അരിയും എല്ലാം കൂടെ കിടന്ന് തിളച്ചു മറിയുന്ന ആ ഒരു പൊങ്കാല കലം ഇടിച്ചു തെറിപ്പിക്കുകയാണ് കാറ്. ആ ചൂട് പായസം തെറിച്ച് വീണ് അവിടെ നിന്ന് ഒരു കുട്ടിയുടെ കൈക്ക് പൊള്ളലേറ്റു. ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അമ്മമാർ വാവിട്ട് കരയുകയാണ്. കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് ചൂടും വെയിലുമൊക്കെ കൊണ്ട് അവിടെ വന്ന് നിന്ന് പൊങ്കാലയിടുന്ന ആ അമ്മമാരുടെ അവസ്ഥ, അവരുടെ കണ്ണുനീര് ആര് കാണും? മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ആ റോഡിലൂടെ KSRTC ബസ് പോകുന്നുണ്ട്, ആംബുലൻസുകൾ പോകുന്നുണ്ട്, അവരൊക്കെ മര്യാദയ്ക്ക് പോകുന്നുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഈ കാറ് അതിവേഗത്തിൽ പാഞ്ഞു വരുന്നത്. 2 കലങ്ങളോളം നശിക്കപ്പെട്ടു. അടുപ്പുകൾ തവിട് പൊടിയായി. ആ അമ്മമാരിൽ നിന്ന് കരയുകയാണ്. ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത് നല്ല ചൂട്, അടുപ്പിൻ്റെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും, പുക, എന്തോ ഒന്ന് സംഭവിച്ചു, ആരോ മറിഞ്ഞു വീണതാണ് എന്നൊക്കെയാണ് ആദ്യം അവിടെ നിന്ന് ആളുകൾക്ക് തോന്നിയത്. പിന്നീടാണ് കാറ് പാഞ്ഞു പോകുന്നത് കാണുന്നത്. ആദ്യം വിചാരിച്ചത് ആരോ വയ്യാതെ വന്നു, അവരെ ഈ കാറിൽ എടുത്തിട്ടുകൊണ്ട് പോകുന്നതാണ് എന്നൊക്കെയാണ് ആദ്യം അല്പം അകലെ നിന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലായത്. ഒന്നാമത് സ്ത്രീകൾ മാത്രമാണുള്ളത്, പുരുഷന്മാരുടെ ആഘോഷമല്ല. പുരുഷന്മാർ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതും പൊങ്കാല തുടങ്ങിക്കഴിയുമ്പോൾ അവിടെയെങ്ങും പുരുഷന്മാർ കാണില്ല. അവർ അന്നദാനത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്ന തിരക്കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ ഒരു ആഘോഷമാണ്. അവിടേക്കാണ് ഈ കാറ് ഇടിച്ചു തെറിപ്പിച്ചു വന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം കേൾക്കുന്നത്. പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകും. അത് ചിലപ്പോൾ തലകറങ്ങി സ്ത്രീകൾ വീഴാം, അല്ലെങ്കിൽ കലം അടുപ്പിൽ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കലം ഇങ്ങനെ വിണ്ടുപോകും. അത് കലത്തിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ചിലരുടെ തുണിയിലേക്ക് തീ പിടിക്കും, ചിലർ അശ്രദ്ധയോടുകൂടി നിൽക്കുമ്പോൾ. അങ്ങനെയൊക്കെ സംഭവിക്കും. അതുപോലെയുള്ളൊരു സംഭവമാണോ ഇത്? അല്ല. തുടക്കം മുതലേ ഈ ഒരു നല്ല കാര്യം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നതായിട്ട് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ആളുകൾക്കറിയാം. ഒന്നാമത് 2 ആഴ്ച കൊണ്ട് വെള്ളമില്ല. പൊങ്കാലയാണ് വരാൻ പോകുന്നത്, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വെള്ളമില്ല. റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു, പണിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ
ധാരാളം വെള്ളം എല്ലാവർക്കും ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പൊങ്കാല സമയത്തല്ലേ ഈ വെള്ളം കിട്ടുകയുള്ളൂ. ആറ്റുകാൽ ഭാഗത്തൊക്കെ നൂല് പോലാണ് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ധാരാളം ആളുകൾ തലേ ദിവസമേ അവിടെ വന്ന് കിടന്ന് അവിടെ കുളിച്ച് രാവിലെ പൊങ്കാല ഇടുന്ന ആളുകളുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ. അവരെന്ത് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നത്. എന്താണ് നമ്മൾ പറയേണ്ടത്? പലരും ഇവിടെയുള്ള സെലിബ്രിറ്റികൾ, അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ വന്ന് പൊങ്കാല ഇടുമ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും, വളരെ സുഖസൗകര്യത്തിലാണ് അവരിരുന്ന് പൊങ്കാല ഇടുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ആ ഒരു തിരക്കിൽ ഈ പാവം അമ്മമാരുടെ കണ്ണുനീര് ആര് കാണും? പിന്നീട് അവർക്ക് പുതിയ കലം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും പുതിയ അടുപ്പ് കൂട്ടി അവർ പിന്നെ പൊങ്കാല ഇടുകയും ചെയ്യുകയാണ് ചെയ്തത്. പണ്ടാര അടുപ്പിൽ ദീപം പകരുന്ന സമയത്ത് ആ അഗ്നിയിൽ നിന്ന് ഒരംശം അത് മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് ദീപം പകർന്ന് ആ ഒരു സമയത്ത് പൊങ്കാല ഇടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു തൃപ്തി പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പൊങ്കാല ഇട്ടാൽ അവർക്ക് കിട്ടുമോ? ആ അമ്മമാരുടെ ശാപം എവിടെ കൊണ്ടുചെന്ന് തീർക്കും? അവരുടെ കണ്ണുനീരിന് ആര് വില പറയും? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സ്വബോധമുള്ള ആളായിരിക്കില്ല. ആണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളിൽ പലരും ഇത് അറിഞ്ഞു കാണില്ല. കാരണം നിങ്ങൾ മറ്റു പ്രദേശങ്ങളിലിരുന്ന് സന്തോഷമായി പൊങ്കാലയിട്ട് പോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഉണ്ടാകില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളുണ്ട് ഇപ്പുറത്ത്. കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയ അമ്മമാരുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യങ്ങൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് ആ അമ്മമാർക്ക് സംഭവിച്ചത് നാളെ നമ്മുടെ നേർക്കും ഉണ്ടാകാം. നമ്മളത് ചിന്തിക്കണം. പലരും അറിഞ്ഞു കാണില്ല ഈ വിഷയം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. പല ചാനലുകാരും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനം ടി വിയിൽ ന്യൂസുണ്ട്. നിങ്ങൾക്ക് ജനം ടി വി നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂസ് കാണാവുന്നതാണ്. ആ അമ്മമാരുടെ ദുഃഖം നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. ആ കലം പൊട്ടിക്കിടക്കുന്നത്, ചളുങ്ങിക്കിടക്കുന്നത്, പായസം മറിഞ്ഞു കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആ ന്യൂസിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഈ കാര്യം കൂടി ഒന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നമ്മൾ ആരും ഒന്നും പറയണ്ട. എല്ലാം പരമേശ്വരി കാണുന്നുണ്ട്. 100% ഉറപ്പാണ്. അമ്മ ഇതിനൊരു പരിഹാരം കാണുക തന്നെ ചെയ്യും. ഉറപ്പാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.